തിരഞ്ഞെടുപ്പുകൾ വരും പോകും. തിരഞ്ഞെടുപ്പിൽ ചില കക്ഷികൾ ജയിക്കും, വേറെ ചില കക്ഷികൾ തോൽക്കും. ഇത് ജനാധിപത്യത്തിൻ്റെ ആത്യന്തികമായ ഒരു സത്യമാണ്. തോറ്റവരെല്ലാം മോശക്കാരാണെന്നോ ജയിച്ചവരെല്ലാം മഹാന്മാരും മഹതികളുമാണെന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. വോട്ട് ചെയ്യുമ്പോൾ ജനം പലവിധ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചായിരിക്കും വോട്ട് ചെയ്യുക. അതെല്ലാം കൃത്യമായിട്ട് അവരുടെ മനസ്സിൽ കയറി രാഷ്ട്രീയ പാർട്ടികൾക്കോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കോ അറിയാൻ സാധ്യമല്ല. നമ്മളുമൊക്കെ വോട്ട് ചെയ്യാറുണ്ട്. ഒരു വോട്ടിനകത്ത് ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉണ്ടാവും. ഈ സ്ഥാനാർത്ഥി ജയിക്കണം എന്നാഗ്രഹിച്ച് ചെയ്യുന്ന വോട്ട്, വേറൊരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്നാഗ്രഹിച്ച് ചെയ്യുന്ന വോട്ട്, ഇതെല്ലാം ഒരു വോട്ടിനകത്ത് അടങ്ങിയിരിക്കും. അപ്പോൾ ജയിച്ച കക്ഷികൾക്ക് ഒരു വിനയവും തോറ്റവർക്ക് ഒരു വിവേകവും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് പക്ഷേ പലപ്പോഴും കാണാറില്ല എന്നേ ഉള്ളൂ. അസമിൽ നോക്കുക. അസമിൽ മഹാഭൂരിപക്ഷമായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക്, BJPക്ക്. തോറ്റത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവ് ഗൗരവ് ഗൊഗോയ്, അയാൾ വളരെ ഡീസൻ്റായിട്ട് ആ തോൽവി അംഗീകരിച്ചു. ശരി, ഇനി അടുത്ത വട്ടം നോക്കാം, 5 വർഷം കഴിഞ്ഞിട്ട് എന്ന മട്ടിൽ പെരുമാറാൻ തുടങ്ങി. പ്രശ്നങ്ങളൊന്നുമില്ല, അടിപിടിയില്ല, ചീത്തവിളിയില്ല, ഒരു ബഹളവുമില്ല. തമിഴ്നാട്ടിൽ നോക്കുക. മുടിവെച്ച് വാണ പെരുമാളായിരുന്നു സ്റ്റാലിൻ. സ്റ്റാലിനെ വെല്ലുവിളിക്കാൻ ആരുമില്ല, ഉണ്ടാവില്ല എന്ന് സ്റ്റാലിൻ വിചാരിച്ചു. പക്ഷേ ജനം മറിച്ച് ചിന്തിച്ചു. വിജയ് അധികാരത്തിൽ വന്നു. വിജയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, തല്ലിക്കൂട്ടിയൊക്കെയാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, സ്റ്റാലിൻ ഗ്രേസ്ഫുള്ളായിട്ട് ഒഴിഞ്ഞു കൊടുത്തു. ഞാൻ തോറ്റു, ശരി, തോറ്റു, അടുത്തത് നോക്കാം. അങ്ങനെ സ്റ്റാലിൻ പെരുമാറും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ പെരുമാറുന്ന പൊതുവെ ഒരു സ്വഭാവമുള്ളവരല്ല തമിഴന്മാർ. കുറച്ച് വയലൻ്റായ ആൾക്കാരാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ ഒരു വയലൻസും ഉണ്ടായില്ല. പോസ്റ്റ് പോൾ വയലൻസ് എന്ന് പറഞ്ഞത് ഉണ്ടായില്ല. കേരളത്തിൽ പിണറായി വിജയനും കൂട്ടരും LDF തോറ്റപ്പോൾ അവരുടെ ഉള്ളിൽ അന്യോന്യം വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ നാട്ടുകാരെ ഉപദ്രവിക്കുക, ഇറങ്ങിക്കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യമൊന്നും അവർ ചെയ്തില്ല. ഇപ്പം ചെയ്യുന്നത് പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വന്ന കേസ്, അത് പിണറായി വിജയൻ്റെ കേസാണെന്നുള്ള മട്ടിൽ പെരുമാറിയിട്ട് പിണറായി വിജയൻ കാണിക്കുന്ന ഒരു കോളരുതഴിയാണ് ഇപ്പോൾ കാണുന്ന ആക്രമണമൊക്കെ. അതും അധിക ദിവസം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും അത് കണ്ടറിയേണ്ടതാണ്. പോസ്റ്റ് പോൾ വയലൻസിൽ അത് ചേർക്കാൻ പറ്റില്ല. പോണ്ടിച്ചേരിയിൽ പിന്നെ പ്രശ്നമേ ഇല്ലാത്ത സ്ഥലം, അവിടെ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ബംഗാൾ അങ്ങനെയല്ല. ബംഗാളിൽ തോറ്റ ആൾ ഒരു ഗ്രേസും ഒരു വിവേകവും കാണിക്കാൻ തയ്യാറല്ല. ആദ്യത്തെ കുറച്ച് ദിവസം മമതാ ദീദി ഞാൻ തോറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഞാൻ തോറ്റില്ല, എന്നെ തോൽപ്പിച്ചതാണ്, അത് സീറ്റ് മോഷ്ടിച്ചതാണ്. നേരത്തെയൊക്കെ വോട്ട് മോഷ്ടിക്കുക, വോട്ട് ചോരി എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് സീറ്റ് ചോരി, സീറ്റ് തന്നെ മോഷ്ടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിന്നു. ആളുകൾ അമ്പരന്ന് പോയി. ഈ അമ്മച്ചിക്ക് എന്താണപ്പോൾ ഇത് എന്നുള്ള മട്ടിൽ. എന്നാൽ അമ്മച്ചിയുടെ കൂടെ നിൽക്കാനും ആളുണ്ടായി. നമ്മളുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഫ്ലൈറ്റിൽ കൽക്കട്ടയ്ക്ക് പോയിട്ട് ദീദിയോട് പറഞ്ഞു, ദീദി തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ദീദി കുറച്ചുകൂടെ അങ്ങ് വീർത്തു. എല്ലാവരും ഇന്ത്യ മുന്നണി ഞാൻ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ആരും മൈൻഡ് ചെയ്തില്ല. കാരണം തോറ്റ് കഴിയുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ലല്ലോ. 80 സീറ്റേ ഉള്ളൂ TMCക്ക്. അങ്ങനെ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നു. സുവേന്ദു വന്നു, ഭരണം തുടങ്ങി. മമതാ ബാനർജി അവർക്കറിയാവുന്ന വിദ്യകൾ പയറ്റാനും തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട വിദ്യ അക്രമമാണ്. പോസ്റ്റ് പോൾ വയലൻസ് ബംഗാളിൽ ആരംഭിച്ചു. ബംഗാളിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് വോട്ട് ചെയ്തത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്.
BJP വന്നാൽ സ്വർഗരാജ്യം കിട്ടുമെന്നൊന്നും അവർ വിശ്വസിച്ചതൊന്നുമല്ല. മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണമല്ലോ. രാത്രിയിൽ പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുന്ന കലാപരിപാടി അവസാനിപ്പിക്കണമല്ലോ. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അവർ BJPക്ക് വോട്ട് ചെയ്തത്. പക്ഷേ ഈ പരിപാടി അവസാനിപ്പിക്കാൻ ബംഗാളിലെ തൃണമൂൽ ഗുണ്ടകൾ തയ്യാറായിരുന്നില്ല. ഇത്തവണ സുവേന്ദു അധികാരി വളരെ കർശനമായിട്ട് അവരെ നേരിടാൻ ഉത്തരവ് കൊടുത്തു പോലീസും ഈ അതിക്രമം കണ്ടും കൈകെട്ടി നിന്നും കണ്ടില്ലെന്ന് നടിച്ചുവെക്കും അടുത്ത പോലീസ് വളരെ കർശനമായിട്ട് ഇടപെട്ടു. ഗുണ്ടകളെ ഫിസിക്കലി കായികമായിട്ട് കീഴടക്കി. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കയറ് കെട്ടി, അരയിൽ കയറ് കെട്ടിയിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടി വന്നു സ്റ്റേഷനിലേക്ക്. ആ ജാതിയായിരുന്നു ഗുണ്ടകൾ. ഗുണ്ടകളുടെ തുണിയൊക്കെ അഴിഞ്ഞു പോയതോ അഴിച്ചു കളഞ്ഞതോ എനിക്കറിയില്ല. പലർക്കും ഒരു അണ്ടർവെയറും ബനിയനുമായിരുന്നു. അണ്ടർവെയർ അല്പം നീളമുള്ളതാണ്, മുട്ടോളമൊക്കെ എത്തുന്നതാണ്, ബെർമുഡ പോലത്തെയാണ്. അതുകൊണ്ട് അശ്ലീലമൊന്നും തോന്നിയില്ല. എന്നാൽ ഒരു പ്രദേശം മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്ന ഗുണ്ട തല താഴ്ത്തി അരയിൽ കെട്ടിയ കയറുമായിട്ട്, ഈ കുരങ്ങിൻ്റെയൊക്കെ അരയിൽ കെട്ടുമല്ലോ കയറ് സർക്കസുകാരൊക്കെ, അതുപോലെ കെട്ടിക്കൊണ്ട് വലിച്ചുകൊണ്ടല്ല, കെട്ടിയിട്ടുണ്ട് കയറ്. ഒരറ്റം പോലീസുകാരൻ്റെ കയ്യിലാണ്. ഈ കയറും അരയിൽ കെട്ടിയിട്ട് ഈ മനുഷ്യൻ തലയും താഴ്ത്തി നടക്കുന്നു. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം വാപൊത്തി ചിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കും. എന്തൊരു അപമാനം എന്ന് വിചാരിക്കും. പക്ഷേ ഇതവർ അർഹിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാക്കൾ ഇറങ്ങി. ആദ്യം ഇറങ്ങിയത് മമതാ ബാനർജിയുടെ അനന്തരവനുണ്ടല്ലോ, അഭിഷേക് ബാനർജി. അഭിഷേക് ബാനർജി സ്വയം വലിയ ഗുണ്ടയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ്. മമതയെപ്പോലെ തോറ്റ ആളൊന്നുമല്ല, ജയിച്ചു. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പ്രഖ്യാപിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് 80 MLA-മാരുടെ ഒപ്പും വാങ്ങിച്ച് സ്പീക്കർക്ക് കൊടുത്തു. അതിനകത്ത് 18 ഒപ്പ് വ്യാജമാണ് എന്ന് സ്പീക്കർ കണ്ടെത്തി. 2 MLA-മാർ, ഈ TMCയുടെ തന്നെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ 2 MLA-മാർ സ്പീക്കർക്ക് കത്തയച്ചു. ഞങ്ങളതിൽ ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരോ ഇട്ട ഒപ്പ് വ്യാജ ഒപ്പാണ്. 18-ൽ 2 പേര് സമ്മതിക്കുകയും ബാക്കി 16 പേര് ഒന്നും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ അവർക്ക് പറയാനും പറ്റില്ല അവരുടെ ഒപ്പമുണ്ടോ ഇല്ലെന്ന് അവർക്ക് എങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും മിണ്ടിയിട്ടില്ല. ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അഭിഷേക് ബാനർജി നടന്നു വരുമ്പോൾ ജനക്കൂട്ടം 4 വശത്തു നിന്നും കൂടി, കൂടുതലും പെണ്ണുങ്ങളായിരുന്നു, കുട്ടികൾ, ആണുങ്ങൾ കുറവാണ്. ഇവർ മുട്ടയെറിഞ്ഞു. ചീമുട്ടയോ ചീയാത്ത മുട്ടയോ, തക്കാളി എറിഞ്ഞു. പോലീസുകാർ പെട്ടെന്ന് അഭിഷേക് ബാനർജിക്ക് ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തു. പോലീസിൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ചട്ടിത്തൊപ്പിയാണല്ലോ. ഇതൊക്കെ കേന്ദ്രസേനയാണ്. ലോക്കൽ പോലീസും ഉണ്ട്, പക്ഷേ കേന്ദ്രസേനയുണ്ട്. കേന്ദ്രസേനയുടെ ഒരു ചട്ടിത്തൊപ്പി വെച്ച് കൊടുത്തു. അപ്പോൾ എറിയുന്ന മുട്ടയൊക്കെ ചട്ടിത്തൊപ്പിയിൽ തട്ടിയിട്ട് പൊട്ടി ഒലിക്കാൻ തുടങ്ങി. അഭിഷേക് ബാനർജി ഇതിനിടയ്ക്ക് ഒരു അതിബുദ്ധി കാണിച്ചു. സ്വന്തം ഷർട്ട് സ്വയം 2 കൈ കൊണ്ടും വലിച്ച് കീറാനൊരു ശ്രമം നടത്തി. നല്ല ക്വാളിറ്റി ഷർട്ടായിരുന്നു, അതങ്ങനെ കീറുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു ബട്ടൺസോ മറ്റോ പൊട്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇത് കീറിയോ എന്ന് തലകുനിച്ച് നോക്കുന്നുണ്ട്. പിന്നെ വീണ്ടും പല്ലൊക്കെ കടിച്ച് വീണ്ടും കീറുന്നുണ്ട്. ഇപ്പോഴത്തെ ക്യാമറകളല്ലേ, നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ വീഡിയോ ചാനലുകാരെല്ലാം എടുത്തു. അപ്പോൾ അഭിഷേക് ബാനർജി വിട്ടില്ല. അഭിഷേക് ബാനർജി പറഞ്ഞു, എനിക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ഡോക്ടർമാർ പറഞ്ഞു, അല്ല, ഈ മുട്ട തന്നെ നിങ്ങളുടെ ഈ ഹെൽമെറ്റിലാണ് കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. മേത്ത് കുറച്ച് അഴുക്ക് പറ്റിയിട്ടുണ്ട്, അത് തുടച്ചോ കഴുകിയോ കളഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ വേറെ ഒരു കുഴപ്പമില്ല. പറ്റില്ല, അപ്പോളോ ആശുപത്രിയിൽ കൊണ്ടുപോകണം. പോലീസുകാർ ഇയാളെയും കെട്ടിച്ചോ വന്ന് അപ്പോളോ ആശുപത്രി, കാരണം പ്രാണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ സമാധാനം പറയണമില്ല. അതുകൊണ്ട് അപ്പോളോ ആശുപത്രിയിൽ പോയി. അപ്പോളോ ആശുപത്രി എല്ലാ പരിശോധനയും കറന്നിട്ട്
ഒന്നും ഇല്ലല്ലോ ചേട്ടാ, ചേട്ടൻ പൊക്കോ, അല്ല എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. അയ്യോ, അങ്ങനെ ഒരു അസുഖവും ഇല്ലാത്ത ആളിനെ ഇവിടെ അസുഖമുള്ളവരെ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ ബെഡില്ലാതെയാണ് അപ്പോളോ നിൽക്കുന്നത്. അപ്പോളോ വലിയ ആശുപത്രിയൊക്കെയാണ്, പക്ഷേ നിങ്ങളൊരു അസുഖത്തിന് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ്, ബെഡില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ ആശുപത്രിയാണത്. അവർ പറഞ്ഞു ഇവിടെ നടക്കില്ല, ഇങ്ങനെ ഒരു അസുഖവും ഇല്ലാത്ത ആളിനെ ഞങ്ങളിവിടെ കയറ്റി കിടത്തിയാൽ അസുഖമുള്ളവരെ പിന്നെ ഞങ്ങളിവിടെ കിടത്തും. ഇതുപോലെ അപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഗാന്ധി ഫോൺ ചെയ്തു. വിവരം ചാനൽ വഴി ഒക്കെ പറക്കുകയല്ലേ. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ചേട്ടാ, ചേട്ടനെ ഞാൻ ഹൈദരാബാദിൽ കൊണ്ടുപോകാം. അത് തെലുങ്കാനയാണല്ലോ, തെലുങ്കാനയിൽ ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ്, കോൺഗ്രസ്സുകാരനാണ്. നമുക്കവിടെ സ്വാധീനമുണ്ട്. ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യിച്ചു തരാം എന്ന് പറഞ്ഞു. അഭിഷേക് ബാനർജി പറഞ്ഞു അത് വേണ്ട. കാരണം അഭിഷേക് ബാനർജിക്ക് രാഹുൽ ഗാന്ധി അത്ര വിശ്വാസം പോരാ. കാരണം ബംഗാളിൽ ഇവർ എതിരിൽ നിന്ന് മത്സരിച്ചതാണല്ലോ. ഈ പണ്ടാറണങ്ങനായിട്ട് വിമാനത്തിൽ കൊണ്ടുപോകുന്ന വഴിക്ക് വല്ല വിമാനം പൊട്ടിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ സംഗതി പ്രാണം പോയില്ലേ. ഇതൊക്കെ വിചാരിച്ചിട്ടാകാം അഭിഷേക് ബാനർജി പറഞ്ഞു ഞാനെങ്ങും പോകുന്നില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി. വല്ല കാര്യവും ഉണ്ടായിരുന്നു, വലിയ ഷോയൊക്കെ കാണിച്ചു. ഇത് കഴിഞ്ഞ് നമ്മുടെ കല്യാൺ ബാനർജി, കല്യാൺ ബാനർജി ഇതിലും വലിയ ബിരുദനാണ്. അഭിഷേക് ബാനർജിയെ ആക്രമിച്ചതിൽ പരാതി പറയാനായിട്ട് കല്യാൺ ബാനർജി പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ചെറിയൊരു യോഗമൊക്കെ വിളിച്ച് പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾ കൂടിയിട്ട് ഉന്തും തള്ളുമൊക്കെ ആയി. അപ്പോൾ കല്യാൺ ബാനർജി പറയുന്നത് എൻ്റെ തലയ്ക്കാരോ അടിച്ചു, മുറിവേറ്റു, ചോര വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു തൂവാല എടുത്ത് തലയുടെ പുറകിൽ ഇങ്ങനെ പിടിച്ചു. അത് വേറൊരാളാണ് തലയ്ക്ക് പുറകിലൂടെ പിടിക്കുന്നത്. കല്യാൺ ബാനർജി ആദ്യം ഇരുന്നു, പിന്നെ കിടന്നു, എന്നെ കൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം ഒരു ഫോൺ വന്നപ്പോൾ വലിയ കാര്യമായിട്ട് എന്താടാ, ഞാനങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം ക്യാമറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധു ഈ ബഹളം വയ്ക്കുന്നതിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ വീഡിയോയിൽ വന്നു. അപ്പോൾ ഇയാളെയും ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ ഈ തൂവല മാറ്റുന്നു. അവിടെയൊന്നും ഒരു മുറിവുമില്ല. അല്ല, ഒന്ന് നന്നായിട്ട് നോക്കിക്കേ, നന്നായിട്ടാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നു, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു മുറിവുമില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു വേദനയുണ്ടല്ലോ, അത് എന്തെങ്കിലും തട്ടിയതോ മുട്ടിയതോ വല്ലതും ആയിരിക്കും. ഒരു തലയുടെ ഒരു മൂലയ്ക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ ആശുപത്രിയിൽ കിടത്താൻ പറ്റുമോ? അങ്ങനെ കല്യാൺ ബാനർജിയുടെ കലാപരിപാടി അവസാനിച്ചു. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഇനിയുണ്ട് നാടകക്കാർ, വലിയ നാടകക്കാരാണ്. നമ്മുടെ ഡെറിക് ഒബ്രിയാൻ കേട്ടിട്ടുണ്ടല്ലോ, രാജ്യസഭയിൽ പുള്ളി സ്പീക്കറെയൊക്കെ ആക്രമിക്കുന്ന ആളാണ്. ഡെറിക് ഒബ്രിയാൻ ഇറങ്ങിയിട്ടില്ല, ഇതുവരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മഹുവ മൈത്ര ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഈ യക്ഷി തുള്ളുന്ന പോലെ തുള്ളി അവർ നരേന്ദ്രമോദിയൊക്കെ ചീത്ത പറഞ്ഞു വൻ ബഹളം ഉണ്ടാക്കും. ഒരു 10 പേരുടെ ബഹളം ഒറ്റയ്ക്ക് വയ്ക്കുന്ന ആളാണ് മഹുവ മൈത്ര. ഇവരൊന്നും രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി എപ്പോൾ ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. അതോ ഇറങ്ങുകില്ലേ എന്നും എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഫീസിൽ ഒരു നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. കൽക്കട്ടയിലും വെച്ചു, ഡൽഹിയിലും വെച്ചു. കാരണം TMCയിലെ MLAമാർ MP മാരൊക്കെ BJPയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്നു. എന്ത് ചെയ്യും? ഇവരെയൊക്കെ ഇപ്പോൾ BJPയിൽ എടുത്തു കഴിഞ്ഞാൽ BJP ഒരു TMC ആയിട്ട് മാറും. നേരത്തെ തന്നെ അമിത്ഷാ സുവേന്ദു അധികാരിയോട് പറഞ്ഞിട്ടുണ്ട്, അത് സൂക്ഷിക്കണം. പണ്ട് മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. CPMലെ ഗുണ്ടകൾ മുഴുവൻ TMCയിൽ പോയി TMC നാട്ടുകാരെ മുഴുവൻ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്ത് 15 വർഷം അവർ ഭരിച്ചു. അവസാനം ഇപ്പോൾ അവർ വഴി കിടന്ന് തല്ലുകൊള്ളുന്ന സ്ഥിതിയാണ് നാട്ടുകാരുടെ. നമുക്ക് അബദ്ധം പറ്റരുത്. TMCന്ന് വരുന്ന ആൾക്കാരെ സൂക്ഷിച്ചും കണ്ടും വല്ല ഒന്നും ഒറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ആസച്ച് ഉള്ള പോളിസി. ഇനി അപ്പോൾ അത് മാറുമെന്ന് അറിഞ്ഞുകൂടാ. മമതാ ബാനർജി അവരുടെ MLAമാരുടെ ഒരു യോഗം വിളിച്ചു. വീട്ടിൽ 80 പേരുണ്ടല്ലോ, 80 പേരെയും വിളിച്ചു. 20 പേര് വന്നു, 60 പേര് വന്നില്ല. 60 പേര്.
അതായത് TMC പിളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഭൂരിപക്ഷം. അതാണ്. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഇത്രയധികം MLA-മാർ ഇവരുടെ ഭാഗത്തുള്ളതുകൊണ്ട് യഥാർത്ഥ പാർട്ടി ഇവരാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനും കോടതിയും ഒക്കെ വിധിച്ചു എന്ന് വരും. അതാണ് അവസ്ഥ. അപ്പം മമതാ ബാനർജി വിട്ടില്ല. അവർ പറഞ്ഞു ഈ 60 പേരെ BJP-ക്കാർ ഭീഷണിപ്പെടുത്തി തടവിൽ വെച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മമതാ ബാനർജിയുടെ ഒരു ഡയലോഗ് പുറത്തു വന്നു. അവർ ഫോണിൽ സംസാരിച്ച TMC-ക്കാരനോട് തന്നെ സംസാരിച്ചതാണ്. കയറി അടിച്ചോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എവിടെ അടിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് സ്ഥലമാണ് എന്ന് തിരിയുന്നില്ല, പക്ഷേ അടിക്കാൻ പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ TMC-ക്കാർ പറയുന്നു മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വെച്ച് തന്നെ അവരോട് പറഞ്ഞിരുന്നു, മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ബംഗാളിൽ ചോരപ്പുഴ ഒഴുക്കണം. ആരുടെ ചോരയാണ് അത് പറയുന്നില്ല, പക്ഷേ ചോരപ്പുഴ ഒഴുക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭയന്നിട്ട് ഇവരുടെ പല സ്ഥാനാർത്ഥികളും ഈ വോയിസ് ക്ലിപ്പ് കൈമാറി കിട്ടിയപ്പോൾ സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് അമിത്ഷായെ അറിയിച്ചു, ഇങ്ങനെയൊരു സംഭവമുണ്ട് ചേട്ടാ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇച്ചിരി സൂക്ഷിക്കണം. ശരി, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ കേന്ദ്രസേന ബംഗാളിൽ തുടരുന്നത്. ജയിച്ചാൽ ചോരപ്പുഴ ഒഴുക്കുന്ന ആൾ തോറ്റാൽ ഏത് പുഴയായിരിക്കും ഒഴുക്കുക? ഇനി അസ്ഥി ഒഴുക്കലാണോ എന്താണോ അറിയില്ല. കാരണം വേറൊരു വോയിസ് ക്ലിപ്പിൽ മമതാ ബാനർജി പറയുന്നു, നമ്മൾ ജയിച്ചാൽ BJP-ക്കാരുടെ ഹരി ബോൽ നടക്കും. ഹരി ബോൽ എന്ന് വെച്ചാൽ ശവം ചുമന്നുകൊണ്ട് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചൊല്ലുന്ന വായ്ത്താരിയാണ് ഹരി ബോൽ. ഹരി ബോൽ, ഹരി ബോൽ, ഇങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നാരായണ നാരായണ എന്നൊക്കെ ചൊല്ലിയിട്ട് ശവം തോളത്തെടുത്തുകൊണ്ട് പോകുമല്ലോ, അത് നമുക്ക് ചൊല്ലണം എന്നും മമതാ ബാനർജി പറഞ്ഞു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അവർ തിരഞ്ഞെടുപ്പിൽ തോറ്റു, അവർക്ക് 80 MLA-മാരുണ്ട്. മാന്യമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യാം. ഈ പറയണമാതിരിയുള്ള കുഴപ്പമൊന്നും കാണിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ അത് കാണിക്കാതിരിക്കാൻ അവർക്ക് പറ്റുകയുമില്ല. കാരണം അഭിഷേക് ബാനർജി അവരുടെ അനന്തരവനാണ്. അഭിഷേക് ബാനർജിയുടെ ഒരുപാട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനുണ്ട്. അതെല്ലാം ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അത് പൊളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമിത്ഷായുടെ കർശന നിർദ്ദേശമുണ്ട്. നമ്മളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, കൊടുക്കാമെന്ന് പറഞ്ഞ സൗജന്യങ്ങൾ, ഇതെല്ലാം കറക്റ്റായിട്ട് എല്ലാ മാസവും ചെയ്യണം. അല്ലാതെ ഈ TMC-യുമായിട്ട് അടിപിടി മുഖ്യ അജണ്ട ആവാൻ പാടില്ല. അവരിങ്ങോട്ട് തല്ലാൻ വന്നാൽ തന്നെ പോലീസിനെ വെച്ച് നേരിടുകയല്ലാതെ കായികമായിട്ട് TMC-യും BJP-യും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഏതായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നിൽക്കുന്നു. ഇനി കൂടുതൽ കുഴപ്പമുണ്ടാകുമോ അതോ ഇതോടെ അവസാനിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. വരും ദിവസങ്ങളിൽ കിട്ടുന്ന വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചോളാം. താങ്ക് യു.